കൊച്ചിയിൽ നിന്നൊരു ഹൗസ് വൈഫ് അവർ വെറും 5,000 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത അവരുടെ ബിസിനസ് ഇന്ന് മാസം 5 ലക്ഷം രൂപയാണ് അവരുടെ വരുമാനം. ഇത് ഏത് ബിസിനസ് ആണെന്നല്ലേ? ഇതാണ് ഹോം ബേക്കിംഗ് ബിസിനസ്. സോ ബേക്കിംഗ് ഇഷ്ടമുള്ള ഒരാളാണോ നിങ്ങൾ? ആൻഡ് ഇതൊരു പ്രൊഫഷനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ചിന്തിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എന്ന ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എങ്ങനെ ഒരു സക്സസ്ഫുൾ ബേക്കിംഗ് ബിസിനസ് തുടങ്ങാം എന്നതിനെക്കുറിച്ചുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഹോം ബേക്കേഴ്സിൻ്റെ ഡിമാൻഡ് ഇന്നത്തെ കാലത്ത് വളരെയധികം കൂടുതലാണ്. ആൻഡ് അത് കൂടാനുള്ള മെയിൻ 2 കാരണമെന്ന് വെച്ചാൽ ഒന്ന് ടേസ്റ്റ്, പിന്നെ ഒന്ന് ഫ്രഷ്നെസ്. അതായത് ഇന്നത്തെ കാലത്ത് മിക്ക ആൾക്കാരും ഈ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഹൈ ക്വാളിറ്റി പ്രിപ്പയർഡ് കേക്ക്സ് ഭയങ്കര അധികം ഇഷ്ടമാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിമാൻഡും വളരെയധികം കൂടുതലാണ്. അപ്പോൾ ആസ് എ ഹോം ബേക്കർ നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് രീതിയിലുള്ള ബേക്കറി ഐറ്റംസ് ആണ് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ കേക്ക്സ് ആകാം, അല്ലെങ്കിൽ മഫിൻസ് ആകാം, കുക്കീസ് ആകാം, കപ്പ് കേക്ക്സ് ആകാം, എന്തുമാകാം. അതും അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടൊരു ഓപ്ഷൻസ് വേണമെങ്കിൽ ഇപ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ, ഷുഗർ ഫ്രീ, എഗ്ലെസ് കേക്ക്സ് പോലത്തെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കേക്ക്സ് ആകാം. അതും അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലേക്കുള്ള ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈനർ കേക്ക്സ് ഉണ്ട്. അതായത് ഇപ്പോൾ സ്പെസിഫിക് ഇവൻറ്റ്സിന് വേണ്ടി അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ്സ്, ബർത്ത്ഡേ പാർട്ടീസിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്യുന്ന കേക്ക്സൊക്കെ ഉണ്ട്. അങ്ങനത്തെ കേക്ക്സ് ഉണ്ടാക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ ഇതിൽ നിന്ന് ഏത് പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതുള്ളത് ആദ്യം നിങ്ങൾ അത് ഡിസൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ബേക്കറി ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സാണ്. അതായത് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ബേക്കറി ഐറ്റംസ് എങ്ങനെ അല്ലെങ്കിൽ എവിടെയാണ് സെല് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ അത് ഡിസൈഡ് ചെയ്യണം. അതായത് ഇപ്പോൾ നമുക്ക് ചെറിയ ലോക്കൽ മാർക്കറ്റ്സിലാണ് സെല് ചെയ്യേണ്ടത്. അതായത് ചെറിയ ചെറിയ ബേക്കറീസ് ഉണ്ട്, നമുക്ക് അവിടെ പോയി കൊടുത്ത് അങ്ങനെ സെല് ചെയ്യാനാണ് ഇഷ്ടം. അതും അല്ലെങ്കിൽ ഇപ്പോൾ സ്പെസിഫിക് ഇവൻറ്റ്സ് ലൈക്ക് വെഡ്ഡിങ് ആയി, ബർത്ത്ഡേ പാർട്ടീസായി, അവിടെയൊക്കെയാണ് നമുക്ക് സെല് ചെയ്യേണ്ടത്. അതും അല്ലെങ്കിൽ നമുക്ക് ഈ ക്ലൗഡ് കിച്ചൺ പോലെ സ്റ്റാർട്ട് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് സ്വിഗ്ഗി, സൊമാറ്റോ ടൈപ്പ് ഇങ്ങനത്തെ ഫുഡ് ഡെലിവറി പാർട്ട്നേഴ്സ് രജിസ്റ്റർ ചെയ്യാം. ആൻഡ് കസ്റ്റമേഴ്സ് ഡയറക്റ്റ് ഈ പ്ലാറ്റ്ഫോം വഴി നിങ്ങളുടെ ഐറ്റംസ് മേടിക്കുന്നതാണ്. ഓക്കെ, സോ നമ്മൾ ആദ്യം നമ്മുടെ ബേക്കറി ഐറ്റംസ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇത് എങ്ങനെ വിൽക്കണം അല്ലെങ്കിൽ ഇത് എങ്ങനെ പബ്ലിസിറ്റി ചെയ്യണം എന്നുള്ള കാര്യമാണ് അടുത്ത കാര്യം. അപ്പോൾ അതിനായി 3 ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ സൊസൈറ്റി ഗ്രൂപ്പ്സ് വഴി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായി ഒന്ന് നിങ്ങളുടെ ഈ ബിസിനസ്സിൻ്റെ ഒരു ബ്രോഷറോ മെനുവോ ഫ്ലയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും സൊസൈറ്റിയിൽ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആൾക്കാരുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്തിട്ട് പബ്ലിസിറ്റി ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് വാട്സാപ്പ് ബിസിനസ് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ കാണും, അത് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിന് നിങ്ങൾ നമ്പർ രജിസ്റ്റർ ചെയ്യുക. അതാകുമ്പോൾ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂ വഴി തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് അതിൽ തന്നെ നെഗോഷിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ മെനു ഐറ്റംസ് അതിൽ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഈ ഇവൻറ്റ്സൊക്കെ കാണും, അതായത് എക്സിബിഷൻ അല്ലെങ്കിൽ ഉത്സവം അങ്ങനെയൊക്കെ. ആൻഡ് അവിടെയൊക്കെ ഈ ചെറിയ ചെറിയ സ്റ്റോളുകൾ കാണാം, മനസ്സിലായില്ലേ? ഇപ്പോൾ ദോശയുടെ സ്റ്റോൾ അല്ലെങ്കിൽ ബിരിയാണിയുടെ സ്റ്റോൾ, അതുപോലെ തന്നെ നമ്മുടെ ബേക്കിങ്ങിൻ്റെ ഒരു സ്റ്റോൾ നമുക്ക് ഇടാം. അവിടെ ഇടുമ്പോൾ തന്നെ കസ്റ്റമേഴ്സ് ഡയറക്റ്റ് നമ്മളോട് വന്ന് ഇൻട്രാക്ട് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ അവർക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സാമ്പിൾസ് കൊടുക്കാം. ആൻഡ് ആ സാമ്പിൾസ് ഇഷ്ടമായി കഴിഞ്ഞാൽ അതേ സാമ്പിളിൻ്റെ ഒരു കംപ്ലീറ്റ് പ്രൊഡക്റ്റ് നമുക്ക് അവർക്ക് അവിടെ തന്നെ കൊടുക്കാം. ആൻഡ് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു മാസത്തെ വരുമാനമൊക്കെ ആ ഒറ്റ ഇവൻറ്റിൽ തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ആണ്, വിച്ച് ഈസ് ദ മോസ്റ്റ് ട്രെൻഡിങ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ ടൂൾ ഫോർ എനി ബിസിനസ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഓരോരോ ബിസിനസ് പേജ് ഉണ്ടാക്കുക. അതിനകത്ത് നിങ്ങളുടെ കണ്ടൻറ്റ് ഡെയിലി പോസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ഉണ്ടാക്കിയ കേക്ക്സിൻ്റെയോ മഫിൻസിൻ്റെയോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ നല്ല ഫോട്ടോസ് എടുക്കുക, നല്ല ക്യാപ്ഷൻ, ആൻഡ് അത് ഉണ്ടാക്കുന്ന രീതിയോ അല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസോ അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാം. അതാകുമ്പോഴത്തേക്ക് കസ്റ്റമേഴ്സ് ഡയറക്റ്റ് നിങ്ങളുമായിട്ട് എൻഗേജും ചെയ്യും. ആൻഡ് അവിടെ തന്നെ നിങ്ങൾക്ക് ഓർഡറും പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അതായത് കേക്ക്സും സംഭവങ്ങളെങ്കിലും ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് 2 ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ സ്മോൾ സ്കെയിലായിട്ടാണ് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കിച്ചനെ തന്നെ നിങ്ങൾക്ക് സ്വന്തം ബേക്കറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് അതിനായിട്ട് കുറച്ച് ബേസിക് ഐറ്റംസ് വേണം, അതായത് ബൗൾസ്, ബേക്കിംഗ് ട്രേ, സ്പൂണ്, ബേക്കിംഗ് ഗ്ലൗസ്, ഓവൻ, അങ്ങനെയൊക്കെ ചെറിയ ബേസിക് ഐറ്റംസ് നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹൈജീനാണ്. അതായത് ഹോൾ ഫുഡ് ഇൻഡസ്ട്രി തന്നെ ഈ ഒരു ഒറ്റ കാര്യത്തിലാണ് ഡിപ്പെൻഡൻറ്റ്. അതായത് നിങ്ങൾ എത്ര വൃത്തിക്കാണ് ഈ ഒരു നിങ്ങളുടെ ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഗൂഗിൾ ബിസിനസ് അക്കൗണ്ട് വേണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു ഗൂഗിൾ ബിസിനസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടത് നമ്മുടെ ക്രെഡിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഇപ്പോൾ ആരെങ്കിലും വന്ന് നമ്മുടെ ബേക്കിംഗ് ബിസിനസ്സിൻ്റെ ഒരു പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ്, അപ്പോൾ അവിടെ തന്നെ നമ്മുടെ പേരും
നമ്മുടെ അഡ്രസ്സൊക്കെ വരുവാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മുടെ റേറ്റിങ്സ് റിവ്യൂസൊക്കെ വരുവാണെങ്കിൽ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ്ലി ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ അത് സഹായിക്കുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബേക്കിംഗ് എന്നല്ല എന്ത് ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും ഗവൺമെൻറ് തന്നെ ഒരു അപ്രൂവൽ വേണം. അതിനായിട്ട് FSSAI എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റുണ്ട്. ആ സൈറ്റിൽ ചെല്ലുക, എന്നിട്ട് നിങ്ങളുടെ കമ്പനീനെ അവിടെ രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് വെറും 100 രൂപ മാത്രമേ ഉള്ളൂ 1 ഇയറിന് വേണ്ടി. അപ്പോൾ അത് നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിക്ക് ഒരു GST നമ്പർ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ GST നമ്പർ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സ് സ്വിഗ്ഗിയിലോ സൊമാറ്റോ വഴി സെല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു GST നമ്പർ വേണം. അപ്പോൾ അത് നിങ്ങൾ ആദ്യം GST നമ്പറും എടുക്കുക, അഥവാ നിങ്ങൾക്ക് ക്ലൗഡ് കിച്ചനായിട്ട് തുടങ്ങാനാണ് ആഗ്രഹമെങ്കിൽ. ഇനി സപ്പോസ് നിങ്ങൾക്ക് സ്വിഗ്ഗിയോ സൊമാറ്റോയിൽ രജിസ്റ്റർ ചെയ്യേണ്ട, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡെലിവറി ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഡെലിവറി പാർട്ട്നേഴ്സായിട്ട് കൊലാബറേറ്റ് ചെയ്യാം. എന്നിട്ട് അവരുമായിട്ട് ഒരു കോൺട്രാക്ട് ബേസിസിൽ നിൽക്കാം. ഇപ്പോൾ ഒരു 3 മന്ത് കോൺട്രാക്ട് ബേസിസ് അല്ലെങ്കിൽ 6 മന്ത് കോൺട്രാക്ട് ബേസിസിൽ നിന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ നിങ്ങൾക്ക് ഡെലിവറി പാർട്ട്ണറിന് ആയിട്ട് കൊടുക്കാം, അവരുടെ സാലറി ആയിട്ട്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ പ്രൊഡക്ട്സ് ഡെലിവറി ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു ഒറ്റ കാര്യമുള്ളൂ, എല്ലാം ഡെലിവറി സമയത്തിനാകണം. മനസ്സിലായില്ലേ? കാരണം നിങ്ങൾ ഉണ്ടാക്കുന്ന ഐറ്റം എന്ന് വെച്ചാൽ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആണ്. അപ്പോൾ അത് ഈ ലിമിറ്റഡ് സമയം കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കേടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സമയത്തിന് നിങ്ങൾ ഡെലിവറി ചെയ്യാനുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളുടെ ബേക്കിംഗ് പാഷനെ ഒരു കരിയറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വേറെയും കുറേ ബിസിനസ് ഐഡിയാസുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരെയ്ക്കും ഗുഡ് ബൈ.